ഇത് എത്ര പഴം അച്ഛൻ വാങ്ങിയിരിക്കുന്നേ? ആപ്പിളും ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ഇതെന്താ സംഭവം? ഇതും പഴ? അച്ഛൻ അങ്ങനെയാണല്ലോ, കുറച്ചെന്ന് പറഞ്ഞാൽ കൂടുതൽ കൊണ്ടുവരും. ഇന്ന് പോണ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിനു വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതാ. അത് ശരി, ഇതാണ് അച്ഛൻ. ഒന്നും പറയണ്ട, എല്ലാം അങ്ങോട്ട് അറിഞ്ഞു ചെയ്യും. എന്നാലേ ഞാൻ ഈ പഴം അങ്ങോട്ട് എടുത്ത് ബാഗിൽ എടുത്ത് വെക്കട്ടെ. പിന്നെ വഴിയിൽ നിന്ന് ഫ്രൂട്ട്സ് ഒന്നും വാങ്ങണ്ടല്ലോ. കുറച്ച് ആപ്പിളും എടുക്കാം. ആ മോൾ എടുത്തു വെച്ചോ. ഈ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ, എന്നിട്ട് ഞാനും റെഡിയാ. അമ്മയും വരുന്നുണ്ടോ? ആ ഞാനുണ്ട്. അവൻ പറഞ്ഞില്ല. എന്താ പാല് തിളച്ചു പോകുന്നു. ശരി, എന്നാ പോയി റെഡി ആകാൻ നോക്ക്. അപ്പോഴത്തേക്ക് ഞാനും വരാം. ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നാലും അമ്മ വരുന്നവരെ എന്നോട് എന്താ പറയാതിരുന്നത്? ഞാൻ ഏത് ഷർട്ട് ഇടണോ? ഇതിടണോ അത് ഇതിട്ടോ മതിയോ? നിങ്ങൾ ഏതെങ്കിലും ഇടും. ഇപ്പൊ ഞാനേ നമ്മൾ പോണ കാര്യം അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറയാ അമ്മയും വരുന്നുണ്ട്. അതെന്തിന്? അമ്മ കുറെ ദിവസമായി എന്നോട് പറയുന്നത് അങ്ങോട്ട് പോണെന്ന്. ഇന്നിപ്പോ എന്തായാലും നമ്മള് പോകണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോകണ്ട്, അമ്മ വരുന്നുണ്ടെങ്കിൽ വാന്ന്. അത് അമ്മ വരാൻ നിൽക്കുന്നു. എന്നോട് ചോദിക്കാണ്ട് നിങ്ങളുടെ അമ്മയോട് വരാൻ പറഞ്ഞു. നിങ്ങളോട് ആരാ പറഞ്ഞത്? അമ്മ വരാണെങ്കിൽ ഞാൻ വരുന്നില്ല. അമ്മയോട് വരണ്ടാന്ന്. എടോ, ഞാനാണ് അമ്മയോട് പറഞ്ഞത് നമ്മളോട് വന്നോന്ന്. ഇപ്പൊ എല്ലാം റെഡിയ സമയത്ത് അമ്മേനോട് എങ്ങനെ ഞാൻ പറയാ വരണ്ടാന്ന്? അല്ല, അമ്മ നമ്മുടെ കൂടെ വരുന്നതിന് നിനക്ക് എന്താ കുഴപ്പം? എനിക്കിഷ്ടല്ല അമ്മ കൂടെ വരുന്നത്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ അമ്മയെ ഒഴിവാക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഇതാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. അതിന് നമ്മൾ വല്ല ബീച്ചിലേക്ക് സിനിമയ്ക്കൊന്നല്ലോ പോകുന്നത്, ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോലെ. ഇപ്പൊ അമ്മ നമ്മുടെ കൂടെ വന്നിട്ട് ഇതങ്ങോട്ട് കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ അമ്മേനെ സ്പെഷ്യലായിട്ട് വേറെ ദിവസം അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. അതിനേക്കാളും നല്ല ഇപ്പൊ അങ്ങോട്ട് കൂടെ കൊണ്ടുപോകല്ലേ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, അമ്മ നമ്മുടെ കൂടെ വരാൻ പറ്റില്ല. നിന്റെ പ്രശ്നം എന്താണ് അത് പറയേ. എനിക്കിഷ്ടല്ല നിങ്ങളുടെ അമ്മയുടെ ഒരുമാതിരി നടത്തിയും ചിരിയും ആ ഡ്രസ്സിങ്ങും. നമ്മള് ചെറുപ്പക്കാർ പോകുന്നിടത്തൊക്കെ ഇങ്ങനെ കെട്ടിയൊരുക്കി കൊണ്ടുപോകാൻ പറ്റില്ല. ഒരുമാതിരി സാരി കൊടുത്ത് സംസാരിക്കാനും അറിയില്ല. എന്തെങ്കിലും കിട്ടുമ്പോഴും അത് ചിരിക്കുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ എനിക്ക് നാണക്കേടാ. വിഷയം എന്നെ കുറിച്ചായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കയറുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെയൊക്കെ പ്രായത്തിലേ നിന്നെക്കാളും നന്നായിട്ട് ഒരുങ്ങി നടന്നാ ഞാൻ. പിന്നെ ഇപ്പൊ ഇങ്ങനത്തെ കോലമായിട്ടുണ്ടെങ്കിൽ അതിന്റെ കെട്ടിയവനല്ലേ ഇവനെയൊക്കെ വളർത്തി വലുതാക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ആയി പോയതാ. അച്ഛൻ വാങ്ങി തന്ന സാധനങ്ങളെ കൊണ്ട് എത്ര സന്തോഷത്തോടെ നീ ഇങ്ങോട്ട് കയറി വന്നതാ. പക്ഷെ ഇതാണ് നിന്റെ മനസ്സിലിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. നിന്റെ ഈ തരംതാണ് സംസാരം ഇത് വെച്ചിട്ടേ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ നീ അല്ല മടി കാണിക്കേണ്ടത്. നിന്റെ കൂടെ വരാൻ എനിക്കാണ് നാണക്കേട് വേണ്ടത്. ഡാ, ഞാൻ അവളെ ഭർത്താവിനെ ഒന്നല്ല വിളിക്കുന്നത്, എന്റെ മോനോടാ ചോദിക്കുന്നത്. ഒരു 10-35 വർഷം കഷ്ടപ്പെട്ട് വളർത്തിയ ആ ഒരു അവകാശം വെച്ചിട്ടേ നിനക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ? ഞാൻ റെഡിയായി നിൽക്കാം. നീ വരികയാണെങ്കിൽ വാ, വെറുതെ അതൊന്നും പറഞ്ഞേക്കാണ്ട്. ബട്ടർ സ്കോച്ച് അത് വേണം. ഫ്രഞ്ച് ഫ്രൈസ് അതൊന്നും വേണ്ട. പിസ്സ, ബിരിയാണി, തന്തൂരി, ചിക്കൻ ഫ്രൈ, കുഴിമന്തി അത് കൊള്ളാം. അതെ, ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്യാട്ടോ. അമ്മയില്ലാണ്ട് അടുക്കളയിൽ കയറിയിട്ട് ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ എന്നെ കൊണ്ടാവില്ലേ? ആ നീ ചെയ്തോ? എന്നാലേ കുഴിമന്തിയും 2 ഐസ്ക്രീമും പിന്നെ 2 സ്നാക്സും ഓർഡർ ചെയ്യട്ടെ. ആ നീ നോക്ക്, നിനക്ക് ഇഷ്ടം എന്താ വെച്ചാൽ നീ ഓർഡർ ചെയ്തോ. നമ്മൾ രണ്ടാളും മാത്രമല്ല ഇവിടെ ഉള്ളത്, അച്ഛനും ഇല്ലേ. നീ ഒന്ന് അച്ഛനോട് ചോദിക്കുക അച്ഛൻ എന്താ വേണ്ടതെന്ന്. അയ്യോ, പറയണല്ലോ, ഞാൻ ആ കാര്യം വിട്ടുപോയി. ഞാൻ പോയി ചോദിച്ചു വരാം. അച്ഛാ, ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണേ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. അച്ഛൻ എന്താ വേണ്ടേ? നിങ്ങൾ എന്താ ഓർഡർ ചെയ്യുന്നത് അതന്നെ മതി മോളെ. അതെ, അച്ഛൻ പറഞ്ഞു നമ്മൾ എന്താണോ വാങ്ങണത് അത് തന്നെ അച്ഛനും ഓർഡർ ചെയ്താൽ മതിയെന്ന്. എന്നാ പിന്നെ നീ അതന്നെ ഓർഡർ ചെയ്യ്. നമ്മുടെ ഫുഡിന് തന്നെ വരും ഒരാൾക്ക് 500 രൂപ 600 വെച്ചിട്ട്. അത്രയും വില കൂടിയ ഭക്ഷണം അച്ഛന് വാങ്ങിക്കൊടുക്കണോ? ഓ, അങ്ങനെ കാര്യം ഉണ്ടല്ലേ. എന്നാലേ നീ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം അച്ഛന് ചോറ് ഓർഡർ ചെയ്യ്. എന്നിട്ട് അച്ഛനോടൊന്ന് ചോദിച്ചു നോക്ക് അച്ഛൻ അത് മതിയോന്ന്. എന്താണെന്നറിയോ, നമ്മൾ ഓർഡർ ചെയ്ത സാധനം തന്നെ അച്ഛൻ മതി എന്ന് പറഞ്ഞല്ലേ. ഇനിയിപ്പോ ചോദിക്കാണ്ടിരുന്നിട്ട് നമ്മളെ ഒരു മിസ്റ്റേക്ക് വേണ്ട, അതുകൊണ്ട് പറഞ്ഞതാ. എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം. അച്ഛനല്ലെങ്കിലും ചോറൊക്കെ മതി. 500-600 രൂപന്റെ കുഴിമന്തിയും ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് അതിന്റെ ആവശ്യമൊന്നും അച്ഛനില്ല. അച്ഛന് സാധാരണ ചോറും കറി ഓർഡർ ചെയ്താ പോരെ? ആ അത് മതി മോളെ, പക്ഷെ മീനും കൂടെ ഓർഡർ ചെയ്യണേ. മീനോ?
ആ ചെയ്യാം. അച്ഛനത് മതി എന്ന് പറഞ്ഞില്ലേ, അതങ്ങോട്ട് ഓർഡർ ചെയ്യും. അതിന് അച്ഛന് മീനും കൂടി വേണമെന്നാ. മീൻ ഇതിൽ 150-200 രൂപയോളം ഉണ്ട്. പിന്നെ എന്ത് വ്യത്യാസമുണ്ട് നമ്മുടെ ഭക്ഷണവും അച്ഛനെയും തമ്മില്? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇത്രയും പൈസയൊക്കെ അച്ഛന് വേണ്ടി ചെലവാക്കണോ? ഓ, ഈ അച്ഛനെയും കൊണ്ട്, അച്ഛനാണെങ്കിൽ മീനില്ലാണ്ട് ഭക്ഷണം അറിയില്ല. നീ ഒരു കാര്യം ചെയ്യും, എന്തായാലും ഇപ്രാവശ്യത്തേക്ക് ഓർഡർ ചെയ്യും. വേറെ ഒരു വഴിയില്ല. അടുത്ത പ്രാവശ്യം അമ്മയില്ലാത്തപ്പോഴേ നമുക്ക് രണ്ടൊക്കെ പുറത്തോട്ട് ഭക്ഷണം വെച്ചിട്ട് വരാം. അതാകുമ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. വേറെ വഴിയില്ലല്ലോ. എന്നാൽ ഇത് വല്ലാത്തൊരു ചതിയായി പോയിട്ടോ. ഐസ്ക്രീം, കുഴിമന്തി, ഒരു ബട്ടർ ചിക്കനും കൂടി ഓർഡർ ചെയ്യുന്നുണ്ടേ നമുക്ക്. ചോറ്, മീന്, ഒരു 100-150 പേരുടെ പരിപാടി അത്ര തന്നെ. പക്ഷെ അവര് നല്ല ഭംഗിയായിട്ട് ചെയ്തു കേട്ടോ. വിളിച്ച എല്ലാരും വന്നിട്ടുണ്ട്. ആ, പിന്നെ നമ്മുടെ രാഘവനൊക്കെ ഉണ്ടായിരുന്നോ? ആ, രാഘവേട്ടനൊക്കെ വന്നിട്ടുണ്ട്. ഏട്ടനെ ചോദിച്ചു. അമ്മ വൈകുന്നു പറഞ്ഞിട്ട് ഇതിപ്പോ വേഗം വന്നല്ലോ. ആ, ഞാനിത് നേരത്തെ ഇറങ്ങിയതാ. ഇതിപ്പോ അവിടെ സഹായിച്ചു കൊടുക്കാനൊക്കെ ആളുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഓരോന്നൊക്കെ ചെയ്തു കൊടുത്ത് ഞാനങ്ങോട്ട് ഇറങ്ങി. നീ രാവിലെ മുതൽ ഇവിടെ ഓരോരോ പണിയൊക്കെ എടുത്തിട്ടേ ഒറ്റയ്ക്കല്ലേ ഉള്ളത്. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വന്നതാ. അത് ശരിയാ, അമ്മ പുറത്തു പോയപ്പോഴും അറിഞ്ഞ് വീട്ടിൽ ഇത്രമാത്രം പണിയുണ്ടോന്നുള്ള കാര്യം. പിന്നെ വൈകുന്നേരം ഇനി അടുക്കളയിൽ കയറിയിട്ട് പണിയെടുക്കണ്ടേന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. എന്തായാലും അമ്മ വന്നല്ലോ. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ചു. ആ, ഓർഡർ ചെയ്ത് കഴിച്ചാണോ? ആ അമ്മേ, 3 പേർക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് എത്ര രൂപയെന്ന് അറിയോ? ഇതിപ്പോ അച്ഛന് മീൻ ഇല്ലാണ്ട് തീരെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 2-3 കഷ്ണം മീനിൽ വെച്ചാൽ കിട്ടിയുള്ളൂ. അതിന് തന്നെ 250 രൂപ കൊടുത്തു. മൊത്തം അച്ഛന്റെ ഭക്ഷണത്തിന് തന്നെ ആയിട്ടുണ്ട് ഒരു 400 രൂപയോളം. നിങ്ങൾ എന്താ കഴിച്ചേ? ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചു. പക്ഷെ എന്റെ പൊന്നമ്മ, ഈ മീനിന്റെ വില കണ്ടിട്ടില്ല, എന്റെ കണ്ണ് തള്ളിപ്പോയി. ഇങ്ങനെ 4-5 പ്രാവശ്യം ഓർഡർ ചെയ്ത് കഴിച്ചാൽ മതി, നമുക്ക് ഈ വീട് പണയം വെക്കാം. നല്ല വിലയായില്ലേ? അച്ഛൻ കഴിച്ച ഭക്ഷണത്തിന് എത്ര രൂപയായിന്നാ പറഞ്ഞത്? അതിപ്പോ മീൻ എക്സ്ട്രാ അല്ലേ, അതിന് 250 രൂപ. പിന്നെ ചോറും പച്ചക്കറിയും കൂടി ഒരുമിച്ചാണല്ലോ, അതിന് 150. അങ്ങനെ 400 രൂപന്റെ ഭക്ഷണമാണ് അച്ഛൻ ഉച്ചയ്ക്ക് കഴിച്ചിരിക്കുന്നത്. ഒരു 400 രൂപയുണ്ടോ കയ്യില്? അല്ലേ വേണ്ട, എന്റെ ബാഗിലുണ്ടോ നോക്കട്ടെ. എന്നാ 500 രൂപയുണ്ട് കേട്ടാ. അച്ഛന്റെ ചോറ് വാങ്ങിയ വകയില് 400 രൂപയായിന്നല്ലേ പറഞ്ഞത്. 400 എടുത്തിട്ട് ബാക്കി 100 തിരിച്ചു കൊണ്ടുത്താ. ഇനിയിപ്പൊ അതിന്റെ പേരിൽ നിങ്ങളൊന്നും ഇവിടെ വീട് വെക്കാൻ നിൽക്കണ്ട. എന്തായാലും ഞാനിവിടെ ഇല്ലാത്ത സമയത്തെ നല്ല മനസ്സ് കാണിച്ച് നിങ്ങളുടെ ഒപ്പം അച്ഛനൊരു ചോറ് വാങ്ങി കൊടുത്തല്ലോ. ഇനിയിപ്പൊ അതിന്റെ കടവും വെച്ചിരിക്കണ്ട. എന്നാ പൈസ പിടിക്ക്. എന്തായാലും മക്കളല്ലേ, നീ അങ്ങനെ കടുപ്പിച്ച് സംസാരിക്കണ്ടായിരുന്നു. ഞാൻ പൈസ കൊടുത്തപ്പോ കുട്ടീന്റെ മുഖം വാടിയതുണ്ടോ? അപ്പൊ നിങ്ങൾ ഇത്ര നേരം മുഖവും പാടി ഇവിടെ ഇരുന്നതോ? ഒരു ചോറും മീനും വാങ്ങി തന്നെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം അവള് ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചപ്പോ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു? ഇപ്പോഴൊക്കെയല്ലേ ഇവരുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായിട്ട് വരുന്നത്. നിങ്ങൾ ഒരു കണക്ക് നോക്കാണ്ടല്ലോ ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നത്. ഞാനാണെങ്കിൽ എല്ലാം വെച്ചൊരുക്കി മുന്നിൽ കൊണ്ടു കൊടുക്കും, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതാ ഒരു നേരം ഞാൻ ഇല്ലാണ്ടാകുമ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. തിരിച്ച് നന്നായിട്ട് പ്രതികരിക്കും, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മറുപടി കൊടുക്കുന്നുള്ള ഒരൊറ്റ പേടി കൊണ്ട് മാത്രമാണ് ഇതൊന്നും അധികം തല പോക്കാണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണായിരുന്നു എന്നെ ഇട്ടിട്ട് ഇവിടുന്ന് ചക്രശ്വാസം വലിപ്പിക്കുന്നത്. നിങ്ങളെ സമയം കിട്ടുമ്പോഴൊക്കെ അപമാനിച്ചു കൊണ്ടിരിക്കും. ആ അവസ്ഥ നമുക്ക് വരുത്തണം. ഈ അച്ഛനമ്മമാര് കഷ്ടപ്പെട്ട് ഉള്ള ആരോഗ്യം കളഞ്ഞ് പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴേ ആർക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല. നല്ല അച്ഛനും നല്ല അമ്മയും നല്ല സ്നേഹമുള്ള മക്കളും. പക്ഷെ എന്ന് നമ്മൾ അവരെ ആശ്രയിക്കാൻ തുടങ്ങുന്നോ അന്ന് മുതൽ അവർക്ക് നമ്മളൊരു തലവേദനയാണ്. ഇതിപ്പോ വീട് നിങ്ങൾ അവരെ പേരിൽ എഴുതി കൊടുക്കാത്ത ഭാഗ്യം. അല്ലെങ്കിൽ എന്നേ നമ്മളെ പിടിച്ച് പുറത്താക്കിയാനെ. ഇതിപ്പോ നമ്മൾ കൂടെ നിൽക്കുന്നത് പോലും അവർക്ക് നാണക്കേട്. എന്തായാലും നിങ്ങളെ പോലെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നടിക്കാൻ എന്നെ കൊണ്ടാകില്ല. അതിന്റെ ആവശ്യം എന്താ? ഇത്രയും കാലം അവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ചല്ല, ഇനി ഇവരെ പേടിച്ച് കഴിയണം. വാർഡ്രോബിന് നല്ല സൗകര്യം വേണേ, പറഞ്ഞു കൊടുത്തിട്ടില്ലേ അവരോട്? ഞാൻ അവരോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, അവരോട് പണിയും തുടങ്ങി. എന്നാലും ഒന്നുകൂടി പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് മേലത്തെ ഷെൽഫിന്റെ കാര്യം, അത് ചുമന്റെ ഏത് സൈഡാണ് വരുന്നത്, എത്ര ദൂരം വരണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മുടെ കട്ടിലേ ബോക്സ് വരണ്ടേ, അതും പറഞ്ഞു കൊടുക്കണേ.
എന്താന്നറിയോ, നമ്മൾ ഇന്ന് പോകുകയല്ലേ, നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിക്കാം. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എന്തായാലും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോകുള്ളൂ. അതിന് മുമ്പ് നമുക്ക് രണ്ടുപേർക്ക് റൂമൊന്ന് ചെന്ന് നോക്കാം, അവർ ചെയ്യുന്ന കൂടെ നോക്കിയിട്ട് പോലോ. പക്ഷേ ഞാനിപ്പോ ആലോചിക്കുന്നതല്ല, ഇതിപ്പോ കുറെ പണിക്കാരുണ്ട്, കുറെ ദിവസവും പണി തീരാൻ. ഈ സമയത്ത് തന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്നത് മോശാവില്ലേ? എന്ത് മോശം? ഒരു മോശമില്ല. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലേ പണിയെടുത്ത് നടുവൊടിയും. ഒന്നാമത് അതിന്റെ സൗണ്ടും കാര്യങ്ങളും. അതെ, നമ്മുടെ റൂം, പിന്നെ ആ ബാൽക്കണി, പിന്നെ അതിന്റെ ചുറ്റും വേറെയും കുറച്ച് വർക്കൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, അതെല്ലാം കഴിയുമ്പോഴത്തേക്കും എന്തായാലും 2-3 ആഴ്ചയാവും. പണി തുടങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ച് പോകാൻ പറ്റുമോ? അത് പിന്നെ എല്ലാവരും ഇവിടെ പറയില്ലേ. ഇന്നാണെങ്കിൽ ഒരു കുഴപ്പമില്ല, പണി തുടങ്ങണു, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോണു. ടൂർ എല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ റിലാക്സ്ഡ് ആയിട്ട് വരാം. നീ പണിയെടുത്ത് കഷ്ടപ്പെടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ തന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. നമ്മൾ എന്തായാലും തിരിച്ചു വരുമ്പോഴത്തേനെ പണിയും കഴിയും, പൊടിയും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമുക്ക് മേലേക്ക് ഷിഫ്റ്റും ചെയ്യാം. ഓ, തിരിച്ചു വന്നിട്ട് പുതിയ റൂമിലേക്ക് കയറുന്ന കാര്യം ആലോചിക്കുമ്പോ തൽക്കാലം ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കുന്നില്ല. ഇപ്പൊ മനസ്സ് മുഴുവൻ ട്രിപ്പ്, അവിടുന്ന് കഴിക്കാനുള്ള ഭക്ഷണങ്ങള്, പോയി കാണാനുള്ള സ്ഥലങ്ങള്. ഓ, ഈ ട്രിപ്പ് നമ്മൾ അടിച്ച് പൊളിക്കും ദിനമായിട്ടാ. അതിന് തന്നെയല്ലേ നമ്മൾ പോകുന്നത്. നീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്ക്. ഇതെന്താ മോനെ, 8 ആളുണ്ടല്ലോ പണിക്ക്, അതിന് മാത്രം പണിയൊക്കെ ഉണ്ടോ? അമ്മ കുറെ പണിയുണ്ട്. ആ ബാൽക്കണിയിലും റൂമിന്റെ സൈഡിലൊക്കെ ആയിട്ടെ കുറച്ച് എക്സ്ട്രാ വർക്ക് ഒക്കെ ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ പ്ലാൻസ് അവൾ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെന്താ മോനെ പെട്ടെന്ന് മേലേക്ക് മാറാൻ? താഴത്തെ റൂമിൽ എല്ലാ സൗകര്യങ്ങളും ഇല്ലേ? അതൊന്നുമില്ല മേ, ഇതിപ്പോ എന്തായാലും ഓഫീസ് റൂം മേലെയല്ലേ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരണ്ടല്ലോ. അതുകൊണ്ടാണ് മേലേക്ക് ഷിഫ്റ്റ് ആവാൻ വിചാരിച്ചത്. ആ, അങ്ങനെയാണ്. ഇതിപ്പോ എത്ര ദിവസം ഉണ്ടാവും? അതിപ്പോ എന്തായാലും ഒരു കുറച്ച് ദിവസം ഉണ്ടാവും മേ. പിന്നെ ഭക്ഷണം അമ്മ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ, പുറത്തുനിന്ന് വാങ്ങുന്നു വേണ്ട. ഇത് തന്നെ നല്ല ചെലവ് വരുന്നുണ്ട്. പിന്നെ ഭക്ഷണം കൂടെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ വരും. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. അതിനിപ്പോ എന്താണ്, ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. ഇല്ലമ്മേ, ഞങ്ങളിവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ പറയുന്നത്. ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു അരമണിക്കൂർ ഇവിടുന്ന് ഇറങ്ങണം. ഇതെന്താടത്, പണിക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ പോവാന്ന് പറയുന്നത്? എന്നാ പിന്നെ പോയി വന്ന ശേഷം ചെയ്താ പോരെ? ഇപ്പൊ എന്തിനാ എത്ര മാത്രം തിരക്ക്? അതിനിപ്പോ എന്താമ്മേ, ഞങ്ങൾ മാത്രമല്ലേ പോകുന്നുള്ളൂ, നിങ്ങൾ എല്ലാരും ഇവിടെ ഇല്ലേ. പിന്നെ പണിക്കാർ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിപ്പോ വലിയ പണിയാ? അതെന്ത് പണിയാ മോനെ? ഇത്രയും പണിക്കാർ വീട്ടിൽ പണിയെടുക്കുമ്പോ അതൊക്കെ വിട്ടിട്ട് നിങ്ങൾ പോവാന്ന് പറയുന്നത് ശരിയാവുന്ന കാര്യ? ഞാനിപ്പോ മേലെ ചെന്നിട്ട് വരാം. പണിക്കാരൻ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? ആ പണി ഒരു 10-15 ദിവസം കൊണ്ടൊന്നും തീരില്ലാന്ന്. അപ്പൊ അത്രയും ദിവസത്തേക്ക് അവർക്ക് വേണ്ട രാവിലത്തെ ചായ, ഉച്ചയ്ക്ക് വേണ്ട ലഞ്ച്, പിന്നെ വൈകുന്നേരം ചായ വേണം. അത് ഇടയ്ക്ക് പച്ചക്കറി മാത്രം മതിയോ? ഇടയ്ക്കിടയ്ക്ക് നോൺ വെജ് കൊടുക്കണ്ടേ? ഇതൊക്കെ ഇവളെ കൊണ്ട് ഒറ്റയ്ക്കാവോ? അത് മാത്രമാണോ? മേലെ പണിയെടുക്കുമ്പോൾ താഴെ മുഴുവൻ പൊടിയും കാര്യങ്ങളൊക്കെ ആവില്ലേ? അതിങ്ങനെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി 2 ദിവസം അതൊക്കെ ഇവളെയും കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? അച്ഛൻ എന്തെന്നായി പറയുന്നത്? ടൂർ മാറ്റി വെക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും വീട് തന്നെയല്ലേ, അല്ലാണ്ട് ഞങ്ങളുടെ മാത്രം വീടൊന്നുമല്ലല്ലോ. അമ്മയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അപ്പൊ അച്ഛനും കൂടെ നിൽക്ക്. എടാ, അച്ഛന് രാവിലെ പോയിട്ട് കട തുറക്കണ്ടേ? ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഷോപ്പ് കുറച്ച് അടച്ചിട്ടിട്ട് വീട്ടിലത്തെ പണികൾ നോക്കാനാണ് ഞാൻ പറഞ്ഞത്. നീ എന്താടാ ഈ പറയുന്നത്? ഇത്രയും ദിവസം ഷോപ്പ് അടച്ചു കൂട്ടിട്ട് അച്ഛൻ വീട്ടിലിരിക്കാനാ? ഒന്നാമത് പണിക്കാരും ഉണ്ട്, കുറച്ച് സാധനങ്ങൾ മതിയോ? നിറയെ സാധനങ്ങൾ വാങ്ങി വെക്കണ്ടേ? അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനുള്ളതല്ലേ. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കുക അച്ഛൻ വീട്ടിലിരുന്നാല്? നീ ആണെങ്കിലും ഒന്നും വാങ്ങി വെച്ചിട്ടും ഇല്ല. അതെന്തെങ്കിലും ചെയ്യുമേ, തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങൾ നോക്ക്, അതെങ്കിലും നടക്കട്ടെ. എടോ, നീ ഒരു കാര്യം ചെയ്യും, ചെന്നിട്ടേ പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ നോക്ക്. നമുക്കൊരു സ്ഥലം വരെ പോകണം. നമ്മൾ എങ്ങോട്ട് പോവാൻ? ഇതിപ്പോ പണിക്കാരില്ലേ ഇവിടെ, അവര് പോകാൻ നിൽക്കുന്നത്, അതിന്റെ ഇടയ്ക്ക് നമ്മളിട്ടിട്ട് പോവാനാ? ആ, അതൊക്കെ ഉണ്ട്. ഈ മക്കള് എന്ന് പറഞ്ഞിട്ട് താന്നു കൊടുക്കുമ്പോഴേ അവര് തലേ കയറി കളിക്കാൻ നിൽക്കുക. അമ്മേ, കഴിക്കാൻ എന്തെങ്കിലും എടുത്തൊക്കെ, ഞങ്ങൾക്ക് ഇറങ്ങാൻ നേരായി. അതൊക്കെ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മക്കളെ, എടുത്ത് കഴിച്ചോ. ഇനി നിന്നുണ്ടെങ്കിൽ ഞങ്ങള് വൈകും. നിങ്ങൾ വൈകാനോ? അതിന് നിങ്ങൾ എങ്ങോട്ട് പോകുന്നേ? ഞങ്ങൾ ചെറിയൊരു യാത്ര പോകാനെ പെട്ടെന്ന് തീരുമാനിച്ചതാ. അച്ഛൻ എന്താ ഒരുമാതിരി ചിന്തിക്കാതെ സംസാരിക്കുന്നത്? ഇത്രയും പണി വീട്ടിൽ നടക്കുമ്പോ വീട് വിട്ടിട്ട് ടൂർ എന്ന് പറഞ്ഞിറങ്ങുക, ഇത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? അപ്പൊ ഇത്രയും പണിക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ ടൂർ വന്നതോ? അതൊന്നും കുഴപ്പമില്ല. അത് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലല്ലേ. മര്യാദയ്ക്കാണെങ്കിൽ നീ നേരത്തെ അമ്മേനോട് എന്ന് പറയല്ലേ, അമ്മ ഇത്ര പണിക്കാർ ഇന്ന ദിവസങ്ങളിൽ ഉണ്ടാവും, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം. അമ്മയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അത് പുറത്തുനിന്ന് വാങ്ങണോ? ഞങ്ങൾക്കൊരു ടൂർ പോകാനുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നീ അമ്മേനോട് പറയില്ലേ? നിനക്കറിയാലോ നിന്റെ അമ്മയ്ക്ക് എന്തൊക്കെ വയ്യാകി ഉണ്ടെന്ന്. അതൊക്കെ വെച്ചിട്ട് അവൾ ഇവിടുത്തെ എല്ലാ പണികളും ചെയ്യണം. ഈ പൊടിയും അതും ഇതൊക്കെ അടിച്ചു വരണം. മാത്രമല്ല
ദിവസം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. സംഭവം എന്താന്ന് അച്ഛന് പിടിയിട്ട് അതുകൊണ്ട് മക്കൾ ആ അടവ് അങ്ങോട്ട് കയ്യിൽ വെച്ചു. ഇപ്പൊ ഈ വർക്ക് ഇത്രയ്ക്ക് പ്രധാനമാണെങ്കിലേ രണ്ടുപേരും കൂടെ നിന്നിട്ട് ആ വർക്ക് അങ്ങോട്ട് തീർക്ക്. അതിനുശേഷം നിങ്ങൾ ടൂർ പോയിക്കോ. നിന്റെ അച്ഛനെ ഇതാദ്യമായിട്ടാണ് ടൂർ കൊണ്ടുപോകുന്നത്. അതെ, അവിടെയൊക്കെ ചെല്ലുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണം എനിക്ക് വാങ്ങി തരണം കേട്ടോ. കേട്ടടാ, നിന്റെ അമ്മേനോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് അത് കുറെ സ്ഥലങ്ങൾ കാണാൻ പോകണം, പിന്നെ അവിടുന്ന് കിട്ടുന്ന ഭക്ഷണമൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. പക്ഷെ മക്കള് എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിനിടയ്ക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ അതിന് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിനക്ക് എവിടെയൊക്കെ പോകണം അവിടെയൊക്കെ നമ്മൾ പോകും. നിനക്ക് എന്തൊക്കെ ടൈപ്പിലുള്ള ഫുഡ് കഴിക്കണം അതൊക്കെ നമ്മൾ കഴിച്ചിട്ട് വരും. പിന്നെ നിന്റെ അമ്മമ്മേനെ കാണണം, അവളുടെ ചേച്ചിമാരെ വീട്ടിലൊക്കെ ചെന്ന് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ചായി. പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും സാധിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ടേ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലേക്കും ഒന്ന് പോയിട്ട് ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. അല്ല, നമുക്ക് ഇറങ്ങണ്ടേ? കുറെ നേരമായി. എന്നാ പിന്നെ മക്കളെ വീട്ടിലത്തെ പണിയൊക്കെ നോക്കിയെടുത്ത് ഞങ്ങളൊന്ന് പോയിട്ട് വരാം. വാടാ.